2024 ഹജ്ജിൽ ഏതാണ്ട് 1300 തീർത്ഥാടകരുടെ മരണം അതീവ ചൂട് മൂലം ഉണ്ടായി. ഹജ്ജിന്റെ സമയത്ത് സൗദി അറേബ്യയിൽ വേനൽക്കാലത്തിന്റെ ഒരു പീക്കായിരുന്നു. ആ ഒരു സമയത്ത് ഏതാണ്ട് 6-7 ദിവസം ഉള്ള ഹജ്ജ് തീർത്ഥാടനത്തിന്റെ സമയത്ത് 6 പ്രാവശ്യമെങ്കിലും താപനില 52 ഡിഗ്രി സെൽഷ്യസോടടുപ്പിച്ച് എത്തിയിട്ടുണ്ട്. 52 സെൽഷ്യസിലേക്ക് എത്തുന്നു എന്നുള്ളതല്ല പ്രധാനപ്പെട്ട കാരണം. വേറെ ഒരു ഘടകം കൂടി അവിടെ വരുന്നുണ്ട്. അതാണ് മനുഷ്യന്റെ ടോളറൻസ്, ഈ ചൂടിനെ അഭിമുഖീകരിക്കാനുള്ള കഴിവ് എൻ്റെ ശേഷി ഇല്ലാതാക്കുന്നത്. 2024 ഈ ചൂടിനെ കുറിച്ച് നമുക്ക് സംസാരിക്കാം. അതോടൊപ്പം തന്നെ എന്തുകൊണ്ടാണ് മനുഷ്യ സമൂഹങ്ങൾക്ക് ഇതൊരു ഭീഷണിയായിട്ട് മാറുന്നു എന്ന കാര്യത്തെക്കുറിച്ചും ഈ വീഡിയോയുടെ അവസാനത്തിൽ നമുക്കൊന്ന് ചിന്തിക്കാം. 2025 തുടങ്ങുമ്പോൾ ഒരു നല്ല വാർത്തയോടുകൂടി തുടങ്ങണം എന്ന് കരുതിയെങ്കിലും ഇന്നത്തെ സ്ഥിതിവിശേഷങ്ങൾ അങ്ങനെയല്ല. നമ്മളെ ചിന്തിപ്പിക്കുന്നതും നമ്മളെ പലപ്പോഴും ഭയപ്പെടുത്തുന്നതുമായിട്ടുള്ള പല കാര്യങ്ങളും ഉരുത്തിരിഞ്ഞു വരികയാണ്. ആഗോളതാപനം അതിൽ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. 2023 നമ്മുടെ മോഡൽസ് പ്രെഡിക്റ്റ് ചെയ്യുന്നതിനേക്കാൾ കൂടിയ ഒരു ചൂടാണ് 2023 മുതൽ നമ്മൾ അനുഭവിക്കുന്നത്. 2024 അത് തുടരുകയാണ്. നമുക്കറിയാം, മനുഷ്യരുടെ പ്രവൃത്തി മൂലം നമ്മൾ ഫോസിൽ ഫ്യൂവൽസ്, കൽക്കരിയും എണ്ണയും പോലുള്ള ഫോസിൽ ഇന്ധനങ്ങൾ യൂസ് ചെയ്യുന്നതിന്റെ ഫലമായിട്ട് അന്തരീക്ഷത്തിൽ കാർബൺ ഡയോക്സൈഡ് കൂടുകയാണെന്നും ആ കാർബൺ ഡയോക്സൈഡിന്റെ കോൺസെൻട്രേഷനിൽ നിന്ന് താപനില കൂടുന്നു എന്നുള്ള കാര്യം നമ്മൾ കുറേ വർഷങ്ങളായിട്ട് മനസ്സിലാക്കുകയും അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി നടപടികൾ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. 1990കളിൽ കയോട്ടോ പ്രോട്ടോകോൾ ഈ ഫോസിൽ ഇന്ധനങ്ങളുടെ യൂസ്, അതിന്റെ ഷെയർ കുറയ്ക്കണം എന്ന് തീരുമാനിച്ചെങ്കിലും അന്ന് നിലനിന്നിരുന്ന 80% ഫോസിൽ ഇന്ധനങ്ങളുടെ ആ ഉപയോഗം ഇന്നും അതേ തോതിൽ തുടരുകയാണ്. നമ്മൾ ഒരുപാട് പ്രയത്നങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും 2016 പാരീസ് അക്കോർഡ് എന്നുള്ള ഒരു പ്രധാനപ്പെട്ട ഉടമ്പടി ഉണ്ടാക്കിയെങ്കിലും ഇതൊന്നും ബൈൻഡിങ് അല്ല, നിയമപരമായിട്ട് ബൈൻഡിങ് ആയിട്ടുള്ള ട്രീറ്റുകളല്ല. ആളുകളുടെ വോളണ്ടറി കോൺട്രിബ്യൂഷൻ, സ്വയം ഓരോ രാജ്യങ്ങളും ചെയ്യേണ്ട കാര്യങ്ങളായിട്ടാണ് ഇതിനെ കരുതിയിരുന്നത്. അത് കാരണം ഇന്ന് ഇന്ധനത്തിന്റെ അളവിൽ ഒരുപാട് യൂസ് ഉണ്ടാകുന്നുണ്ടെങ്കിലും അതിൽ നല്ലൊരു കോൺട്രിബ്യൂഷൻ റിന്യൂവബിൾ എനർജി തുടങ്ങിയ സ്രോതസ്സുകളിൽ നിന്ന് വരുന്നുണ്ടെങ്കിലും ആകത്തുക നോക്കിക്കഴിഞ്ഞാൽ ഫോസിൽ ഇന്ധനങ്ങളുടെ ആ ഷെയർ ഇന്നും തുടരുന്നു. അതിനനുസരിച്ച് ഈ ഫോസിൽ ഇന്ധനങ്ങളുടെയും അന്തരീക്ഷത്തിലെ കാർബൺ ഡയോക്സൈഡിന്റെയും തോതിന് അനുസരിച്ച് നമ്മൾ പല മോഡൽസും നിർമ്മിച്ചിട്ടുണ്ട്. ആ മോഡൽസ് ഓരോ വർഷവും ഏത് രീതിയിലാണ് താപനില ഉയരുന്നത് എന്ന് പ്രെഡിക്റ്റ് ചെയ്തിട്ടുണ്ട്, എന്ന് പ്രവചിച്ചിട്ടുണ്ട്. ഈ പ്രവചനങ്ങളെല്ലാം തെറ്റിച്ചുകൊണ്ടാണ് 2023 വലിയ ഒരു ജമ്പ്, വലിയൊരു കുതിച്ചുചാട്ടം താപനിലയിൽ ഉണ്ടാകുന്നത്. ആദ്യമായിട്ട് പ്രീ ഇൻഡസ്ട്രിയൽ ബെഞ്ച് മാർക്ക്, അതായത് 20ാം നൂറ്റാണ്ടിന് മുമ്പ് ഉള്ള ഒരു താപനിലയേക്കാൾ 1.5 ഡിഗ്രീസ് അല്ലെങ്കിൽ 2 ഡിഗ്രീസിന് താഴെ നമ്മുടെ താപനിലയെ നിയന്ത്രിക്കണം എന്ന തീരുമാനത്തിൽ ആദ്യത്തെ ആ ബെഞ്ച് മാർക്ക്, അതായത് 1.5 ഡിഗ്രി സെൽഷ്യസ് എന്നുള്ള ബെഞ്ച് മാർക്കിനെ മറികടന്നുകൊണ്ട് ഉള്ള റെക്കോർഡ്സാണ് 2023 പുറത്തു വന്നത്. അതായത് പ്രീ ഇൻഡസ്ട്രിയൽ ലെവൽസിനേക്കാളും 1.5 ഡിഗ്രി സെൽഷ്യസ് ഭൂമിയുടെ ആവറേജ് താപനില കൂടിയിരിക്കുന്നു. 2024 എല്ലാ മാസത്തിലും ഈ 1.5 ഡിഗ്രി സെൽഷ്യസിനെ എന്നുള്ള തോത് പ്രീ ഇൻഡസ്ട്രിയൽ ലിമിറ്റിനേക്കാൾ അല്ലെങ്കിൽ പ്രീ ഇൻഡസ്ട്രിയൽ ബെഞ്ച് മാർക്കിനേക്കാൾ കൂടിയിരിക്കുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. ഇത് സാധാരണ രീതിയിൽ ഉള്ള ഒരു കൂടലല്ല. ഇതിൽ എന്തോ ഒരു പ്രത്യേകത ഉണ്ട് എന്നുള്ളതാണ് ശാസ്ത്രലോകത്തെ ആശങ്കപ്പെടുത്തുന്നത്. 2023 2024 എന്ത് സംഭവിക്കുന്നു? നമ്മൾ സാധാരണ രീതിയിൽ പ്രവചിച്ച പ്രവചനങ്ങളല്ല നമ്മൾ കാണുന്നത്. അതിനേക്കാൾ അതിരുകടന്ന ഒരു കുതിച്ചുചാട്ടം ആഗോളതാപനത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. മോഡലുകൾക്ക് പിഴവ് പറ്റുന്നുണ്ടോ, അതോ വേറെ ഏതെങ്കിലും ഘടകങ്ങൾ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ടോ എന്നതിനെക്കുറിച്ച് ഇന്ന് വലിയ ചർച്ചയാകുകയാണ്. ഒരുപാട് കോൺഫറൻസുകൾ ഇതിനെക്കുറിച്ച് സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഒരുപാട് ജേർണൽസ് ഈ ഒരു കാര്യത്തെക്കുറിച്ച് സ്പെഷ്യൽ ഇഷ്യൂസ് പോലും പുറത്തു കൊണ്ടുവരാൻ തീരുമാനിക്കുന്നു. എന്തുകൊണ്ടായിരിക്കാം
ഈ ഒരു വലിയ ചേഞ്ച് 23-ലും 24-ലും ഉണ്ടാകുന്നത്. ഇതിനെക്കുറിച്ച് ഉള്ള ഗവേഷണങ്ങൾ ആദ്യമായിട്ട് പോയത് പസഫിക് സമുദ്രത്തില് ജലത്തിന്റെ കീഴെയുള്ള ഒരു വോൾക്കാനോ, ഒരു അഗ്നിപർവ്വത സ്ഫോടനം, അത് 2022 ഉണ്ടാകുകയുണ്ടായി. ഹുങ്ക ടോങ്ക എന്ന് പറയുന്ന ഈ അഗ്നിപർവ്വത സ്ഫോടനം ഒരു പക്ഷേ 2023 വലിയ താപനിലയ്ക്ക് കാരണമായിരിക്കാം എന്നുള്ള രീതിയിൽ പഠനങ്ങൾ പോയപ്പോൾ, അത് ജലത്തിന്റെ കീഴിൽ നിന്നാണ് അത് സ്ഫോടനം ഉണ്ടായെങ്കിലും ഒരുപാട് വാട്ടർ വേപ്പർ, നീരാവി അന്തരീക്ഷത്തിലേക്ക് കൊണ്ടുവന്നു. വാട്ടർ വേപ്പർ അല്ലെങ്കിൽ നീരാവിയും വലിയൊരു ഗ്രീൻ ഹൗസ് ഗ്യാസ് ആണ്. അതുകൊണ്ട് അതായിരിക്കാം ഈ താപനില കൂട്ടുന്നതിന്റെ പ്രധാന കാരണം എന്ന് കരുതിയെങ്കിലും പഠനങ്ങൾ കാണിച്ചത് ഒരുപക്ഷെ അതൊരു വളരെ നേരിയ ഒരു കോൺട്രിബ്യൂഷൻ മാത്രമേ നൽകാൻ സാധ്യതയുള്ളൂ. അല്ലെങ്കിൽ ഒരുപക്ഷെ അത് താപനില കുറയ്ക്കുന്നതിൽ പോലും ഈ വോൾക്കാനോയ്ക്ക് ഒരു സ്ഥാനമുണ്ടായിരിക്കാം എന്നാണ് പഠനങ്ങൾ ചൂണ്ടിക്കാട്ടുന്നത്. കാരണം അഗ്നിപർവ്വത സ്ഫോടനങ്ങളിൽ നിന്ന് സൾഫർ ഓക്സൈഡ്സ് പുറത്തേക്ക് വരും. ഈ സൾഫർ ഓക്സൈഡ്സ് അന്തരീക്ഷത്തിൽ വന്നു കഴിഞ്ഞാൽ അത് അന്തരീക്ഷത്തെ തണുപ്പിക്കാൻ കാരണമാകും. അത് വളരെ ലോ ആൾട്ടിറ്റ്യൂഡ് ക്ലൗഡ് കവർ കൊണ്ടുവരാൻ സാധിക്കും. അതോടൊപ്പം തന്നെ അത് നമ്മുടെ താപനിലയെ കുറയ്ക്കാനും സാധിക്കും. അതുകൊണ്ട് ഈ അഗ്നിപർവ്വത സ്ഫോടനമല്ല കാരണമായത്, മറ്റ് കാരണങ്ങളിലേക്ക് വീണ്ടും നമ്മൾ പരിധി നടന്നു. നമുക്കറിയാം, ഈ സൂര്യന്റെ ഒരു 11 വർഷത്തെ ഒരു സൈക്കിളുണ്ട്. അതിന്റെ ഊർജം കൂടുന്നതും കുറയുന്നതിന്റെ അത്തരത്തിലുള്ള ഒരു സൈക്കിളിന്റെ ഒരു പീക്കിലാണ് ഇന്ന് നമ്മൾ നിൽക്കുന്നത്. ആ സോളാർ സൈക്കിളിന്റെ ആ പീക്ക് വരുന്നത് ഈ വർഷം 2025 എന്നാണ് കരുതുന്നത്. അപ്പോൾ അതിന്റെ ഒരു അനന്തരഫലമായിട്ടാണ് നമ്മൾ 2023 മുതൽ ചൂട് കൂടുന്നതായിട്ട് കാണുന്നതായിട്ട് സൂചിപ്പിക്കുകയുണ്ടായി ചില പഠനങ്ങൾ. പക്ഷെ അതും വളരെ നേരിയ തോതിലുള്ള ഒരു കോൺട്രിബ്യൂഷൻ മാത്രമേ ഈ ഒരു താപനില കൂട്ടുന്നതിൽ ഉണ്ടാകുകയുള്ളൂ എന്നാണ് പിന്നീടുണ്ടായ പഠനങ്ങൾ സൂചിപ്പിച്ചത്. ഏറ്റവും പ്രസക്തമായിട്ടുള്ള പഠനം ഈ അടുത്ത കാലത്ത് പുറത്തു വരികയുണ്ടായി. ആ പഠനം പറയുന്നത് നമ്മുടെ ഭൂമിയുടെ ആൽബിഡോ അത് കുറയുന്നു. ആൽബിഡോ എന്ന് വെച്ച് കഴിഞ്ഞാൽ സൂര്യപ്രകാശത്തെ പുറത്തേക്ക് റിഫ്ലക്റ്റ് ചെയ്യാനുള്ള കഴിവ്. നമുക്കറിയാം, വെള്ള പ്രതിതലങ്ങളിൽ സൂര്യപ്രകാശം പതിക്കുമ്പോൾ അത് റിഫ്ലക്റ്റ് ചെയ്ത് പുറത്തേക്ക് പോകുന്നു. കറുത്ത പ്രതിതലങ്ങളിൽ സൂര്യപ്രകാശം പതിക്കുമ്പോൾ അത് അബ്സോർബ് ചെയ്ത് നമ്മുടെ ഭൂമിയുടെ ഉള്ളിലേക്ക് പോകുന്നു. അപ്പോൾ ഈ അന്റാർട്ടിക്കിലുള്ള സ്നോ കവർ, മേഘങ്ങളുടെ കവറ്, മേഘങ്ങൾ, ഇതെല്ലാം ഈ ആൽബിഡോ കൂട്ടി നിർത്തുന്നതിൽ സഹായിക്കും. അങ്ങനെ ഭൂമിയിൽ പതിക്കുന്ന സൂര്യപ്രകാശത്തിന്റെ 1% അത് പുറത്തേക്ക് റിഫ്ലക്റ്റ് ചെയ്ത് കളയും. അങ്ങനെ നമ്മുടെ താപനിലയ്ക്ക് കൂടുന്നതിൽ ഒരു നിയന്ത്രണം ഈ ആൽബിഡോ കാരണം ഉണ്ടാകുന്നുണ്ട്. പഠനങ്ങൾ സൂചിക്കുന്നത് ഭൂമിയുടെ ആൽബിഡോ വലിയ രീതിയിൽ കുറയുന്നു. അത് കുറയാൻ ഒരു കാരണം നമ്മുടെ മഞ്ഞ് പ്രദേശങ്ങൾ, സ്നോ കവേർഡ് റീജിയൻസിലെ മഞ്ഞ് കുറയുന്നതാണ്. പക്ഷെ അതൊരു വലിയ ഫാക്ടറായിട്ടല്ല. ഏറ്റവും വലിയ ഫാക്ടറായിട്ട് വരുന്നത് നമ്മുടെ മേഘങ്ങൾ കുറയുന്നു എന്നുള്ളതാണ്. വെളുത്ത മേഘങ്ങളുടെ ഒരു കുറവ് അത് നമ്മുടെ ആൽബിഡോയെ കുറയ്ക്കുന്നു. അങ്ങനെ താപനില കൂട്ടുന്നു. അങ്ങനെ ഒരു 0.22 ഡിഗ്രി സെൽഷ്യസ് ആവറേജ് ടെമ്പറേച്ചർ കൂടി നിൽക്കാൻ കാരണം ഈ ആൽബിഡോയുടെ കുറവാണ് എന്നാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്. എന്തുകൊണ്ടായിരിക്കാം ഈ ഒരു റിഫ്ലക്റ്റിവിറ്റി അല്ലെങ്കിൽ ആൽബിഡോ കുറയുന്നത് എന്നുള്ളതിനെ കുറിച്ച് ഇന്നും വ്യക്തമായിട്ടുള്ള ഒരു കൺക്ലൂഷനിൽ, ഒരു നിർണയത്തിലെത്താൻ നമുക്ക് സാധിച്ചിട്ടില്ല. അതൊരു നാച്ചുറൽ വേരിയേഷൻ ആയിരിക്കാം. ക്ലൗഡ് കവർ കൂടിയും കുറഞ്ഞിരിക്കും. അങ്ങനെ 2023 2024 ഇത്തരത്തിൽ ക്ലൗഡ് കവറിൽ ഒരു നാച്ചുറൽ ആയിട്ടുള്ള കുറവ് സംഭവിച്ചതായിരിക്കാം എന്നുള്ളതാണ് ഒരു പക്ഷം. രണ്ടാമത്തെ പക്ഷം പറയുന്നത് നമ്മളുടെ ചില പ്രവൃത്തികൾ കാരണം ഈ ക്ലൗഡ് കവർ കുറയുന്നു. പ്രവൃത്തികൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എയറോസോൾസും ക്ലൗഡിനെ സീഡ് ചെയ്യുന്ന ചില പദാർത്ഥങ്ങളുമൊക്കെ നമ്മൾ അന്തരീക്ഷത്തിൽ വിക്ഷേപിക്കുന്നത് കുറയുകയാണെങ്കിൽ അത് ഈ ക്ലൗഡ് കവറിനെ കുറയ്ക്കും. അത്തരത്തിലുള്ള പ്രവർത്തനം, ഒരു പ്രധാനപ്പെട്ട പ്രവർത്തനം 2022 എടുത്ത ഒരു തീരുമാനം, അതായത് നമ്മുടെ ഷിപ്പിംഗ് ഫ്യൂവൽ, കപ്പലുകൾ യൂസ് ചെയ്യുന്ന ഫ്യൂവലിൽ വളരെയധികം സൾഫർ കണ്ടന്റ് ഉണ്ട്. ആ സൾഫർ കണ്ടന്റ് കൂടി നിൽക്കുന്നത് കൊണ്ട് നമ്മുടെ അന്തരീക്ഷത്തെ അത് മലിനീകരിക്കുന്നു എന്നുള്ള കാരണത്താൽ സൾഫർ കുറഞ്ഞ ഇന്ധനം യൂസ് ചെയ്യണം എന്നുള്ളൊരു തീരുമാനമെടുക്കുകയും 2023 മുതൽ
നമ്മൾ സൾഫർ കുറഞ്ഞ ഇന്ധനങ്ങൾ കപ്പലുകളിൽ യൂസ് ചെയ്യാൻ തുടങ്ങുകയും ചെയ്തു. അങ്ങനെ സൾഫറിൻ്റെ തോത് അന്തരീക്ഷത്തിൽ കുറയുന്നത് ക്ലൗഡ് ഫോർമേഷനെ പ്രതികൂലമായിട്ട് ബാധിക്കുകയും അങ്ങനെ ക്ലൗഡ് കവർ കുറയുകയും അത് താപമാനം കൂട്ടുന്നതിൽ സഹായിക്കുകയും ചെയ്തു എന്നതാണ് ഒരു നിരീക്ഷണം. അതിനെപ്പറ്റി നാസ മുതലായിട്ടുള്ള ഓർഗനൈസേഷൻസ് നടത്തിയ പഠനങ്ങളിലും ഇതേ കാര്യം തെളിഞ്ഞു വന്നിട്ടുണ്ട്. നോർത്ത് അറ്റ്ലാന്റിക്കിലെ മേജർ ഷിപ്പിംഗ് റൂട്ടുകളിലെല്ലാം നമ്മൾ ക്ലൗഡ് കവർ കുറയുന്നതായിട്ട് കാണാം. സാധാരണയിൽ നിന്ന് മേഘത്തിന്റെ ഒരു ഫോർമേഷൻ കുറയുന്നതായിട്ട് നമ്മൾ കാണുന്നു. അപ്പോൾ ഇതിന് കാരണം ഷിപ്പിംഗ് ഫ്യൂവലിനെ നമ്മൾ ക്ലീൻ ചെയ്യാൻ ശ്രമിച്ചു എന്നതാണ് ഇന്ന് ചിലരുടെ അഭിപ്രായം. നമ്മൾ സദുദ്ദേശത്തോടു കൂടി ചെയ്ത ഒരു കാര്യം നമുക്ക് തന്നെ വിനയായിട്ട് മാറുന്നത് ആയിട്ടാണ് നമ്മളിവിടെ കാണുന്നത്. മറ്റൊരു കാരണവും ചില ശാസ്ത്രജ്ഞന്മാർ പറയുന്നു. ചൈന പോലുള്ള രാജ്യങ്ങൾ അവരുടെ പരിസ്ഥിതി മലിനീകരണം കുറയ്ക്കുന്നു, അന്തരീക്ഷ മലിനീകരണം നിയന്ത്രിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് പല പ്രധാനപ്പെട്ട കാര്യങ്ങളും ചെയ്യുന്നു. അതോടൊപ്പം തന്നെ എയറോസോൾസ്, ചില ചെറിയ ജലകണികകൾ അന്തരീക്ഷത്തിലേക്ക് വിക്ഷേപിക്കുന്നത് കുറയുന്നതും ആ കുറവ് താപമാനം കൂട്ടുന്നതിനേക്കും സഹായിക്കുന്നു. കാരണം അത് ഈ മേഘത്തിന്റെ ഫോർമേഷൻ, ക്ലൗഡ് ഫോർമേഷനെ തടസ്സപ്പെടുത്തുന്നു. അപ്പൊ ഈ തരത്തിൽ മനുഷ്യര് നമ്മുടെ സമൂഹങ്ങളിൽ ചെയ്യുന്ന നല്ല പ്രവൃത്തികൾ, സദുദ്ദേശത്തോടുകൂടി ചെയ്യുന്ന പ്രവൃത്തികൾ നമുക്ക് തന്നെ വിനയായിട്ട് മാറുന്നു. എന്നാൽ മൂന്നാമത്തെ ഒരു നിരീക്ഷണം പറയുന്നത് ഇത് ഒരു പോസിറ്റീവ് ഫീഡ്ബാക്കിന്റെ ഭാഗമായിട്ട് വന്നിട്ടുള്ള ഒരു കാര്യമാണ്. അത് നമ്മളെ ഏറ്റവും കൂടുതൽ ആശങ്കപ്പെടുത്തുന്ന കാര്യം. അതായത് ഭൂമിയുടെ താപമാനം ഒരു പ്രത്യേക ലെവലിൽ എത്തിക്കഴിഞ്ഞു, ഒരു പ്രത്യേക തലത്തിലെത്തിക്കഴിഞ്ഞു. അത് ഈ ക്ലൗഡ് കവറിനെ കുറയ്ക്കുന്ന ഒരു ഫീഡ്ബാക്ക് നൽകിക്കൊണ്ടിരിക്കുകയും ഇത് ഓരോ വർഷം കഴിയും തോറും ശക്തിപ്പെടുകയും മേഘങ്ങളുടെ ഒരു ഫോർമേഷൻ തടസ്സപ്പെടുത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യും എന്നാണ് ഇത് മൂന്നാമത്തെ അഭിപ്രായം പറയുന്നത്. ചില ശാസ്ത്രജ്ഞന്മാർ പറയുന്നു നമ്മളുടെ ഈ ക്ലൈമറ്റ് ചേഞ്ച് പ്രതിഭാസം അതൊരു നിർണായക ഘട്ടത്തിലെത്തിയിരിക്കുകയാണ്, ഒരു ടിപ്പിംഗ് പോയിന്റിൽ എത്തിയിരിക്കുകയാണ്. ഇനി ഈ താപമാനത്തിന്റെ ഫലമായിട്ട് ഈ താപമാനത്തെ ആക്കം കൂട്ടുന്ന പല കാര്യങ്ങളും ഉണ്ടായിക്കൊണ്ടിരിക്കും. അത് നമ്മുടെ പഴയ മോഡലുകളെ, ഇപ്പോൾ നിലവിൽ നിൽക്കുന്ന മോഡലുകളെ തെറ്റിക്കാനും സാധ്യതയുണ്ട് എന്നാണ് പഠനങ്ങൾ പറയുന്നത്. അപ്പൊ ഈ ഫീഡ്ബാക്ക് മെക്കാനിസം, ഈ പോസിറ്റീവ് ഫീഡ്ബാക്ക് മെക്കാനിസം, ചൂട് കൂടിക്കൊണ്ടിരിക്കുന്നത് അത് ചൂട് കൂടുന്ന പല ഘടകങ്ങളെയും അത് സ്വാധീനിക്കുകയും അത് കാരണം ചൂട് നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ കൂടുതൽ വേഗത്തിൽ കൂടും എന്നാണ് ഈ പഠനങ്ങൾ പറയുന്നത്. ചില ടിപ്പിംഗ് പോയിന്റ്സിനെ മറികടന്നിരിക്കുന്നു. ഇനി നമുക്ക് പിടിച്ചു നിർത്താൻ പറ്റാത്ത വിധത്തിൽ ഇത് വലിയ ഒരു വിപത്തായിട്ട് അനുദിനം പരിണമിച്ചുകൊണ്ടിരിക്കും എന്നാണ് ഈ പഠനങ്ങൾ പറയുന്നത്. ഇത്തരം കാര്യങ്ങൾ നമ്മളെ ആശങ്കപ്പെടുത്തുന്നത് മറ്റൊരു പ്രതിഭാസം കൂടി നമ്മൾ പലയിടങ്ങളിലും കാണുന്നത്. അതായത് പ്രാദേശികമായിട്ട് പല സ്ഥലങ്ങളിലും ഹോട്ട്സ്പോട്ട്സ് രൂപപ്പെടുന്നു. ഈ മോഡലുകൾ പ്രിഡിക്റ്റ് ചെയ്യുന്നതിനും അതീതമായിട്ട് ചില പ്രദേശങ്ങളിൽ താപനില വളരെയധികം കൂടുന്നു. യൂറോപ്പിലെ ചില ഭാഗങ്ങളിൽ, മിഡിൽ ഈസ്റ്റിൽ, ചൈനയിലെല്ലാം ഇത് സംഭവിക്കുന്നു. ചൈനയിൽ ഉദാഹരണത്തിന് വേനൽക്കാലത്ത് 2023-ലും 2024-ലും പല ഫാക്ടറികളിലും 2 ആഴ്ചയോളം അടച്ചിടേണ്ട ഒരു പ്രശ്നമുണ്ടായിട്ടുണ്ട്. കാരണം ഫാക്ടറികളിൽ പലപ്പോഴും ഇൻഫ്ലേമബിൾ ആയിട്ടുള്ള പല കെമിക്കൽസും യൂസ് ചെയ്തിട്ടുള്ള പ്രവർത്തനമാണ് നടക്കുന്നുണ്ടെങ്കിൽ അവിടെ സേഫായിട്ട് വർക്ക് ചെയ്യാൻ പറ്റാത്ത ഒരു സ്ഥിതി ഈ ചൂട് കാരണം ഉണ്ടാകുന്നുണ്ട്. യൂറോപ്പിൽ പല ബാറ്ററി നിർമ്മിക്കുന്ന ഫാക്ടറികൾ, ലിഥിയം ബാറ്ററി നിർമ്മിക്കുന്ന ഫാക്ടറികളിലും അപ്രത്യക്ഷമായിട്ടുള്ള തീപിടുത്തങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഈ തീപിടുത്തങ്ങൾക്കും കാരണം അന്തരീക്ഷത്തിലെ ചൂട് കൂടുന്നു, വളരെയധികം കൂടുന്നു എന്നുള്ളതാണ്. ഇത് തന്നെയായിരിക്കാം ഹജ്ജിന്റെ സമയത്തും സൗദി അറേബ്യയിൽ സംഭവിച്ചതും അവിടെ 1300ഓളം തീർത്ഥാടകർ മരിക്കാൻ കാരണമായതും ഇത് തന്നെയായിരിക്കാം. ഈ പ്രാദേശികമായിട്ടുള്ള ഹോട്ട്സ്പോട്ടുകളെ നമ്മൾ അത്ര ഗൗരവമായിട്ട് നമ്മുടെ ക്ലൈമറ്റ് മോഡൽസിലൊന്നും ഉൾക്കൊള്ളിച്ചിട്ടില്ല എന്നാണ് ചില ശാസ്ത്രജ്ഞന്മാർ നിരീക്ഷിക്കുന്നത്. പ്രാദേശിക ക്ലൈമറ്റ് ഹോട്ട്സ്പോട്ട്സ് ജനജീവിതത്തെ തന്നെ വലിയ രീതിയിൽ ബാധിക്കാവുന്ന ഒരു പ്രശ്നമാണ്. അത് ഇത്തരം ചൂട് ഉണ്ടായിട്ട് ഹീറ്റ് വേവ് മൂലം ഉള്ള മരണങ്ങൾ മാത്രമല്ല, അത് ചിലപ്പോൾ വലിയ മഴ, അങ്ങനെ വെള്ളപ്പൊക്കം മുതലായിട്ടുള്ള കാര്യങ്ങൾ, വലിയ വരൾച്ച, ഫോറസ്റ്റ് ഫയേഴ്സ്, നമ്മുടെ
വനങ്ങളിലുള്ള തീപിടുത്തം മുതലായ കാര്യങ്ങൾ വ്യാപകമായിട്ട് പല സ്ഥലങ്ങളിലും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഈ ഫോറസ്റ്റ് ഫയേഴ്സ് അല്ലെങ്കിൽ നമ്മുടെ വനമേഖലകളിലുള്ള തീപിടുത്തം അത് ലോകത്ത് എല്ലായിടത്തും ഒരു പ്രതിഭാസമായിട്ടിന്ന് വരുന്നുണ്ട്. കാനഡയിൽ വളരെ തണുപ്പ് കുറഞ്ഞ രാജ്യമായിട്ടുള്ള കാനഡ മുതൽ ചൂട് കൂടിയ ബ്രസീൽ, ഇന്തോനേഷ്യ, ഇന്ത്യ തുടങ്ങിയ എല്ലാ രാജ്യങ്ങളിലും ഇതൊരു വിപത്തായിട്ട് വരുന്നു. ഈ തീപിടുത്തത്തിന് പുറമെ ചില സമയങ്ങളിൽ മോയ്സ്ചർ കൂടിയിട്ട്, ജലാംശം അന്തരീക്ഷത്തിൽ കൂടിയിട്ട് അത് പെട്ടെന്ന് ഒരു ക്ലൗഡ് ഫോർമേഷൻ ഉണ്ടാക്കുകയും അത് ക്ലൗഡ് ബസ്റ്റ് ആയിട്ട് മാറുകയും മേഘവിസ്ഫോടനം എന്ന് പറയുന്ന കാര്യമായിട്ട് മാറുന്നതും പല സ്ഥലങ്ങളിലും കണ്ടിട്ടുണ്ട്. ഇത് ആണ് നമ്മൾ വയനാടിൽ ഈ വർഷം ഉണ്ടായിട്ടുള്ള ഉരുൾപൊട്ടലിന്റെ കാരണമായിട്ട് നമ്മൾ കരുതുന്നത്. ഇതുപോലുള്ള പല ലാൻഡ് സ്ലൈഡ്സ്, ഉരുൾപൊട്ടലുകൾ പല സ്ഥലങ്ങളിലും മറ്റു പല സ്ഥലങ്ങളിലും ഈ 2 വർഷത്തിനുള്ളിൽ ഉണ്ടായിട്ടുണ്ട്. ഇങ്ങനെ നമ്മുടെ ജനജീവിതത്തെ പ്രാദേശികമായിട്ട് ബാധിക്കുന്ന പല കാര്യങ്ങളും നമ്മുടെ ക്ലൈമറ്റ് മോഡൽസ് പ്രവചിക്കുന്നതിനേക്കാൾ തീവ്രതയോടുകൂടി ഉരുത്തിരിഞ്ഞു വരുന്നത് ആശങ്കയുണ്ടാക്കുന്നുണ്ട്. ഇത് പറയുമ്പോഴാണ് സൗദി അറേബ്യയിൽ ഉള്ള അതീവമായിട്ടുള്ള ചൂട് അത് താപമാനത്തിന്റെ ഒരു വല്ലാത്ത ഏറ്റം മാത്രമല്ല അവിടെ സംഭവിച്ചത്. ജനജീവിതത്തെ അല്ലെങ്കിൽ മനുഷ്യന്റെ അതിജീവനത്തെ ബാധിക്കുന്നതിൽ ചൂട് മാത്രമല്ല ഘടകം. നമ്മുടെ ഡ്രൈ എയർ ടെമ്പറേച്ചർ അല്ലെങ്കിൽ അന്തരീക്ഷത്തിലെ താപം കൂടിക്കഴിഞ്ഞാൽ അതിനെ പ്രതിരോധിക്കാനുള്ള ശേഷി നമുക്കുണ്ട്. നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നത്? നമ്മുടെ വിയർത്ത് നമ്മുടെ ഉള്ളിലെ ടെമ്പറേച്ചറിനെ പുറത്തേക്ക് വിടുന്ന ഒരു സിസ്റ്റം അത് നമുക്കുണ്ട്. എന്നാൽ ഇത്തരത്തിൽ താപത്തെ പുറത്തേക്ക് വിടണമെങ്കിൽ അന്തരീക്ഷത്തിലെ ജലാംശം കുറഞ്ഞിരിക്കണം. ഹ്യൂമിഡിറ്റി എന്ന് പറയും. ഹ്യൂമിഡിറ്റി കുറഞ്ഞിരുന്നാൽ മാത്രമേ നമുക്ക് വലിയ ചൂടിലും നമുക്ക് അതിജീവിക്കാൻ സാധിക്കുകയുള്ളൂ. ഹ്യൂമിഡിറ്റി കൂടിക്കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തെ തണുപ്പിക്കാനുള്ള നമ്മുടെ കഴിവ് ഇല്ലാതായി പോകുന്നു. അത്തരത്തിലുള്ള ഒരു പ്രതിഭാസമാണ് ഹജ്ജിന്റെ സമയത്ത് സൗദി അറേബ്യയിൽ ഉണ്ടായത്. ഇതിനെ വെറ്റ് ബൾബ് ടെമ്പറേച്ചർ എന്നാണ് പറയുന്നത്. അതായത് അന്തരീക്ഷത്തിലെ താപമാനവും ഹ്യൂമിഡിറ്റിയും ജലാംശവും ചേർത്ത് കൊണ്ടുള്ള ഒരു മെഷറാണ് വെറ്റ് ബൾബ് ടെമ്പറേച്ചർ. വെറ്റ് ബൾബ് ടെമ്പറേച്ചർ 35 ഡിഗ്രി സെൽഷ്യസിൽ കൂടുതലായി കഴിഞ്ഞാൽ അതിനെ മാക്സിമം 6 മണിക്കൂർ ഒക്കെ നമ്മുടെ ഒരു സാധാരണ മനുഷ്യന് അതിജീവിക്കാൻ സാധിക്കുകയുള്ളൂ. അത്തരം ഒരു സ്ഥിതി 6 മണിക്കൂറിൽ കൂടുതൽ ഒരു സ്ഥലത്ത് നിലനിൽക്കുകയാണെങ്കിൽ അവിടെ ആളുകൾ വളരെ പെട്ടെന്ന് കുഴഞ്ഞു വീണ് മരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇത് ഏറ്റവും കൂടുതൽ ഈ ഒരു പ്രശ്നം അഭിമുഖീകരിക്കുന്നത് അസുഖമുള്ളവരും വയസ്സായ ആൾക്കാർക്കാണ്. പലർക്കും അസുഖവും അല്ലെങ്കിൽ പ്രായാധിക്യവും ഉണ്ടെങ്കിൽ 6 മണിക്കൂർ പോലും അവർക്ക് ഈ ഒരു സ്ഥിതിയെ അഭിമുഖീകരിക്കാൻ പറ്റാതെ മരണത്തിലേക്ക് പോകുന്ന സ്ഥിതി കാണുന്നുണ്ട്. ഇത്തരം കാര്യങ്ങൾ പല സ്ഥലങ്ങളിലും, അതായത് വെറ്റ് ബൾബ് ടെമ്പറേച്ചർ 35 ഡിഗ്രി സെൽഷ്യസിനെ മറികടന്നുകൊണ്ട് പല സ്ഥലങ്ങളിലും ഈ 2 വർഷവും നിലനിന്നിരുന്നു. 6 മണിക്കൂർ ദൈർഘ്യമുള്ള ഒരു സിംഗിൾ എപ്പിസോഡ് ഒരു സ്ഥലത്തും അങ്ങനെ നിലനിന്നിട്ടില്ലെങ്കിലും ആ ഒരു സ്ഥിതിയിലേക്ക് പല സ്ഥലങ്ങളും മാറിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഉള്ള ഒരു സ്ഥിതി വരികയാണെങ്കിൽ ഭൂമിയിലെ പല പ്രദേശങ്ങളും ജനവാസ്യത്തിന് അനുയോജ്യമല്ലാത്ത പ്രദേശങ്ങളായിട്ട് മാറും. കാരണം 6 മണിക്കൂറിൽ കൂടുതൽ വെറ്റ് ബൾബ് ടെമ്പറേച്ചർ 35 ഡിഗ്രി സെൽഷ്യസിൽ കൂടുതൽ നിന്ന് കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു സാധാരണ ജീവിതം, എന്തെങ്കിലും എയർ കണ്ടീഷനിങ് പോലുള്ള ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള സംവിധാനങ്ങൾ എമർജൻസി അടിസ്ഥാനത്തിൽ എല്ലാവർക്കും ലഭ്യമാകാൻ പറ്റുന്ന രീതിയിലില്ലെങ്കിൽ അവിടെ പിന്നെ ജനവാസം വലിയൊരു പ്രശ്നമായിട്ട് മാറും. അടുത്ത കാലത്ത് നടത്തിയ വേറെയും പഠനങ്ങൾ കൂടുതൽ ആശങ്കകൾ മുന്നോട്ട് വയ്ക്കുന്നു. 35 ഡിഗ്രി സെൽഷ്യസ് എന്നുള്ളത് ഒരു ഒപ്റ്റിമിസ്റ്റിക് മാക്സിമം ആണെന്നും വാസ്തവത്തിൽ അത് 31 ഡിഗ്രി സെൽഷ്യസ് 31 ഡിഗ്രി സെൽഷ്യസ് ആയിട്ട് കുറയ്ക്കണമെന്നും വെറ്റ് ബൾബ് ടെമ്പറേച്ചർ, അതായത് ഹ്യൂമൻ എൻഡുറൻസ്, നമുക്ക് അതിജീവിക്കാൻ പറ്റാവുന്ന മാക്സിമം ടെമ്പറേച്ചർ 31 ഡിഗ്രി ആയിട്ട് ചുരുക്കണമെന്നും ചില പഠനങ്ങൾ ഇന്ന് നിർദ്ദേശിക്കുന്നു. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ പ്രാദേശികമായിട്ടുള്ള രീതിയിൽ വലിയ ആശങ്കകൾ ഉണ്ടാക്കുന്നുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ ഇത് കൂടുതൽ ബാധിക്കുന്നത് ഓൾറെഡി അസുഖമുള്ള ആൾക്കാർക്കും പിന്നെ പ്രായം ഉള്ള ആൾക്കാരെയുമാണെങ്കിലും 2023-ലും 24-ലും മെക്സിക്കോയിൽ നടന്ന ഈ താപനില കൂടിയത് മൂലം നടന്നിട്ടായി കരുതപ്പെടുന്ന മരണങ്ങളുടെ പഠനം സൂചിപ്പിക്കുന്നത് 75% മരണവും 18-നും 35 വയസ്സിനും ഇടയ്ക്ക് പ്രായമുള്ള ആൾക്കാരായിരുന്നു. പുതിയ പഠനങ്ങൾ കാട്ടുന്നത് യുവാക്കളെ കൂടുതലായിട്ട് ബാധിക്കുന്നതാണ് ഈ വെറ്റ് ബൾബ് ടെമ്പറേച്ചർ കൂടുന്ന ഒരവസ്ഥ ഉണ്ടായി കഴിഞ്ഞാൽ എന്നുള്ള ഒരു സ്ഥിതിയും ആശങ്ക
നൽകുന്ന കാര്യമാണ്. അപ്പോൾ നമ്മൾ ഈ 2023-24 താപനിലയുടെ കുതിച്ചുചാട്ടം ഒരുപക്ഷെ നമ്മൾ സദുദ്ദേശത്തോടുകൂടി ചെയ്ത ഷിപ്പിംഗ് ഫ്യൂവലിനെ ക്ലീൻ ചെയ്യാനുള്ള ശ്രമവും അല്ലെങ്കിൽ പൊതുവായിട്ട് അന്തരീക്ഷ മലിനീകരണം കുറയ്ക്കാൻ വേണ്ടി ചെയ്ത ശ്രമങ്ങളുടെ അനന്തരഫലമായിട്ട് വന്നിരിക്കാൻ സാധ്യതയുണ്ടെങ്കിലും നമ്മൾ ഇത്തരം കാര്യങ്ങളെ നിർത്തിവെക്കുന്നത് കൊണ്ട് കാര്യമില്ല. ഇന്നത്തെ താപനില എങ്ങനെ കുറയ്ക്കണം എന്നുള്ളതിന് വ്യക്തമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടും ഇന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നില്ല. ഈ പല പ്രതിഭാസങ്ങളെക്കുറിച്ചുമുള്ള കൃത്യമായിട്ടുള്ള അറിവ് നമ്മൾ ഇന്ന് റിസർച്ചിലൂടെ കണ്ടെത്താൻ ശ്രമിക്കുന്നതേ ഉള്ളൂ. എന്നാൽ ഇത് ഒരു ജീവൽ പ്രശ്നമായിട്ട് പലരുടെ മുന്നിലും ഇന്ന് നമ്മുടെ മുന്നിൽ നിൽക്കുന്ന ഒരു പ്രശ്നമാണ്. ഇതിനെക്കുറിച്ച് പഠിച്ച് ഇതിനെ എങ്ങനെ പ്രതിരോധിക്കാം എന്നുള്ളതിനെക്കുറിച്ച് സമയമെടുത്ത് നമുക്ക് ചിന്തിച്ച് എന്തെങ്കിലും പ്രവൃത്തി ഉണ്ടാക്കാനുള്ള സമയമില്ല. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഇതിൽ എന്തെങ്കിലും പ്രതിവിധികൾ കൊണ്ടുവരേണ്ടതുണ്ട്. ഇതിന് നമ്മൾ നമ്മുടെ അറ്റ്മോസ്ഫിയറിക് സിസ്റ്റത്തിന്റെ ആ ഘടനയിലുള്ള കോംപ്ലക്സിറ്റികളെ മനസ്സിലാക്കി, അന്തരീക്ഷത്തിന്റെ ഘടനയിലുള്ള സങ്കീർണതകളെ മനസ്സിലാക്കി അതിന് അനുസൃതമായിട്ടുള്ള പുതിയ പദ്ധതികൾ കൊണ്ടുവരേണ്ടത് ആവശ്യമാണ്. അതിന് പുതിയ ഒരു ശാസ്ത്ര കാഴ്ചപ്പാടും ആവശ്യമാണ്. കഴിഞ്ഞ 300 വർഷമായിട്ട് നമ്മൾ നിലനിർത്തിക്കൊണ്ടുപോയി വരുന്ന പല ഡോഗ്മകളും ഇന്ന് അപ്രസക്തമായൊന്നും തെറ്റാകുന്നു എന്ന് തെളിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇത്തരം അന്ധവിശ്വാസങ്ങളെ മാറ്റി നിർത്തി 19-ാം നൂറ്റാണ്ടിലെയും 20-ാം നൂറ്റാണ്ടിലെയും ശാസ്ത്രമല്ല, 21-ാം നൂറ്റാണ്ടിലെ ഒരു പുതിയ ശാസ്ത്രമാണ് ആഗോളതാപനം പോലുള്ള ഈ പ്രതിസന്ധിയിൽ നിന്ന് നമ്മളെ മുന്നോട്ട് നയിക്കാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളൊരു തിരിച്ചറിവിലേക്ക് നമ്മൾ എത്തണം. അത്തരത്തിലുള്ള ഒരു വഴിയിലൂടെ ശാസ്ത്രലോകം കടക്കുമെന്നും മനുഷ്യ സമൂഹം ഈ പ്രതിസന്ധികളെ അഭിമുഖീകരിക്കുമെന്നും കരുതിക്കൊണ്ട് നമുക്ക് ഇവിടെ അവസാനിക്കാം. 2025 അത്തരത്തിലുള്ള ഒരു പുതിയ തിരിച്ചറിവും പുതിയ ഒരു വഴിത്തിരിവും നമുക്കുണ്ടാവും എന്ന് പ്രത്യാശിക്കാം.